നാളെ മരിച്ച ഖബറോട് ചേരുമ്പോ ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫിൽ ഖബരി, ഖബറിലേക്ക് ഒരടിമയെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും പിന്തിരിഞ്ഞ് കഴിയുമ്പോ അതാഹു മലക്കാൻ, രണ്ട് മലക്കുകൾ ഖബറിലേക്ക് ഇറങ്ങി വരുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടൊരു ചിത്രം കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുഹു, ഈ മനുഷ്യനെ അറിയുമോ? മോമിനായ മനുഷ്യൻ, നമസ്കാരങ്ങൾ ചിട്ടവെച്ച മോമിൻ, ഇബാദത്തുകൾ ചിട്ടവെച്ച മോമിൻ, വഅദിലൂടെ പരിവർത്തനമുണ്ടാക്കിയ മോമിൻ, ജീവിതത്തിൽ 5 വഖത്ത് നമസ്കാരങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ മുടങ്ങൂല എന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ മോമിൻ, അവൻ നമസ്കരിച്ചവനാണ്, നോമ്പ് പിടിച്ചവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്, ഹജ്ജിന് സൗഭാഗ്യം കിട്ടിയവനാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയവനാണ്, നിരാലംബര കവലംബമായവനാണ്. അവനാ ഖബറിൽ വെച്ചുകൊണ്ട് കാണുന്നതാകുന്ന ചിത്രത്തെ നോക്കിയിട്ട് പറയുമത്രേ, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ അനുരാഗമാണ്. മുഹമ്മദ് കി സീന, മുഹമ്മദ് की सीरत सुने और सुनाए ये जीह चाहते. ഹബീബായ നബി തങ്ങളുടെ കഥ പറയാനാണ് എൻ്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നത്. കാരണം ആ പ്രവാചകർ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, അസാധാരണ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയാണ്. അനുരാഗത്തിൻ്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ഒരേ ഒരു നേതാവ്, പരിശുദ്ധ ഹുബ്ബേ ഖദറാഇന്റെ ചുവട്ടിൽ ചുംബനം വച്ചുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ, മദ്ഹറുല്ലത്തമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്ദൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ശഫീഉൽ മുദ്നിബീനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ പ്രവാചകരുടെ ചിത്രം കണ്ടുകൊണ്ട് ഇതെന്റെ ഹബീബാണ്, ഈ പ്രവാചകരെയാണ് ഞാൻ ഇഷ്ടം വെച്ചത്, ഇത് ആശിഖാണ്, ഞാൻ ആ പ്രവാചകന്റെ ആശിഖാണെന്ന് പറയുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ കാണുമ്പോൾ, ആ പ്രവാചകന്റെ മുഖകമലം ദർശനം നൽകുമ്പോ തിരിച്ചറിയണമെങ്കിൽ മുഅ്മിനേ, ഈ ദുനിയാവിൽ നീ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് റസൂലുള്ളാഹിയെ വരവേൽക്കണേ. നമസ്കരിക്കുന്നതിനോടൊപ്പം, നോമ്പ് പിടിക്കുന്നതിനോടൊപ്പം, പരിശുദ്ധ റബീഉൽ അവ്വൽ അലങ്കരിക്കുന്നതിനോടൊപ്പം ആ പ്രവാചകരോടുള്ള മഹബ്ബത്ത് നിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ നാവിലൂടെ സ്വലാത്തിന്റെ പഴയായി വർഷിക്കണേ, വർഷിക്കണേ. സ്വലാത്തിന്റെ മഴ വർഷിക്കണം. അതൊരു പേമാരിയായി, അത് പരിശുദ്ധ പ്രവാചകന്റെ തിരുസവിധത്തിലേക്ക്, അത് ഹുബ്ബേ ഖദറാഇന്റെ ചുവട്ടിലേക്ക് ഒരു തെന്നൽ കാറ്റായി പരിലളിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.